ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു മന്ദാകിനി ഡയറീസ്. എൻ്റെ പേര് ഹാരിഷ്. നമ്മളുടെ ഫ്രെയിം ഇവിടെ അസംബ്ലിങ്ങിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് മുകളിലെ ലിങ്കിൽ പോയിട്ട് ഫസ്റ്റ് പാർട്ട് കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഞാൻ ഇട്ടിരിക്കും. നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഹെഡ്സെറ്റാണ്. നല്ലതുപോലെ ഇതിൻ്റെ കപ്പിലും പിന്നെ ആ ഹെഡ് ട്യൂബിന് ഉള്ളിലും ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ കാണുന്ന ട്യൂബ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ടൂളാണ്. ഇത് നമ്മുടെ ആ കപ്പ് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കയറ്റുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലൊന്ന് രണ്ട് വാഷറുകളും ഒരു നട്ടും ഇട്ടിട്ട് നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുക്കും ആ നട്ട്. അപ്പോൾ ഇത് ആ വാഷറുകൾ ഈ കപ്പിനെ ഉള്ളിലേക്ക് കയറ്റുന്നതാണ്. സാധാരണ ചെയ്യുന്നത് പോലെ ചുറ്റിക കൊണ്ടടിക്കേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല. മുകളിലത്തെ കപ്പിനും ഇതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെയും ഗ്രീസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഭാവിയിൽ അത് ഇളക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ മെറ്റൽ കൊറോഷൻ കൊണ്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. വീണ്ടും നെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും. നമ്മുടെ ഫോർക്കിൽ വരുന്ന ബെയറിങ്ങിനുള്ള ആ ഒരു റിങ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ആ റിങ്ങിന് മുകളിലേക്ക് ഒരു പൈപ്പ് വെച്ച് അടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് അത് നല്ലപോലെ ഉള്ളിലേക്ക് കയറും. ഇവിടെയും ആവശ്യത്തിന് ഗ്രീസ് അപ്ലൈ ചെയ്യണം. ബെയറിംഗിൽ നല്ലപോലെ ഗ്രീസ് പാക്ക് ചെയ്ത് കൊടുക്കണം. ലൂബ്രിക്കേഷനും വളരെ അത്യാവശ്യമാണ്. ഇനി ഇതിൻ്റെ ടൈറ്റ് ചെയ്യാനുള്ള റിങ്ങിൻ്റെ ടൈറ്റ് ചെയ്യാം. ബെയറിങ്ങിലാണ് ഇത് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ എക്സ്ട്രാ ഉള്ള ഫോർക്കിൻ്റെ ത്രെഡ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിലില്ല. അത് എക്സ്ട്രാ ഞാൻ മുകളിലുള്ള ത്രെഡ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് മുകളിൽ ലോക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്റ്റെം ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ബാർ ഹാൻഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് അതേ ഇതുപോലെ തലതിരിച്ച് വയ്ക്കുമ്പോഴേക്കും ബൈക്ക് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ബോട്ടം ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. എഗെയിൻ ഗ്രീസ് ആവശ്യത്തിന് അപ്ലൈ ചെയ്യണം. ബെയറിങ്ങും കൂടി അതിൽ വെച്ച് ആ കപ്പിൽ വെച്ച് ഇടുകയാണ്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഈ കപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് ഡ്രൈവ് സൈഡിൽ, അതായത് ചെയിൻ റിങ് വരുന്ന സൈഡിൽ വരുന്ന കപ്പാണ്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നല്ല ഫോഴ്സ് കൊടുത്ത് ടൈറ്റ് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിലെ കപ്പും ബെയറിങ്ങും പഴയതുപോലെ തന്നെ നല്ല രീതിയിൽ ഗ്രീസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഗ്രീസ് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ലൂബ്രിക്കേഷൻ മാത്രമല്ല, കൊറോഷൻ വരുമ്പോഴത്തേക്കും ഈ മെറ്റൽ പാർട്സ് തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാനും ലൂബ്രിക്കേഷൻ സഹായിക്കും. ഇപ്പുറത്തെ സൈഡിലെ കപ്പും അതിൻ്റെ ലോക്ക് റിങ്ങും നോർമൽ രീതിയിൽ ക്ലോക്ക് വൈസ് തന്നെയാണ് തിരിക്കേണ്ടത്. എൻ്റെ കയ്യിൽ കറക്റ്റ് ടൂൾ ഇല്ലാത്തതിനാൽ ഞാനിവിടെ ഒരു ഉളിയും ചുറ്റിയും വെച്ചിട്ട് അടിച്ചടിച്ചാണ് അത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെയിൻ റിങ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊരു നമ്മുടെ ആക്സിൽ ഒരു സ്ക്വയർ ടൈപ്പ് ആക്സിൽ ആയതുകൊണ്ട് നമ്മൾ സ്ക്വയർ ടൈപ്പ് ചെയിൻ റിങ്ങാണ് യൂസ് ചെയ്യുന്നത്. നേരെ കയറ്റി ഇടുക. അവിടെ നിന്ന് നേരെ ഒരു ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. ഇത് ഞാൻ വലിയൊരു റെഞ്ച് വെച്ച് ഞാൻ പിന്നീട് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലേ അത് നല്ല രീതിയിൽ ഇരിക്കുകയുള്ളൂ. സെയിം തന്നെയാണ് മറ്റേ അതർ സൈഡിൽ. നമ്മളുടെ ഫ്രെയിമിൽ ഗിയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആവശ്യത്തിന് വിട്ട് വേണം. അപ്പോൾ ഞാനൊരു ആക്സൽ എടുത്തിട്ട് അതിനുള്ളിൽ രണ്ട് നട്ടിട്ടിട്ട് അത് പുറത്തേക്ക് ടൈറ്റ് ചെയ്ത് ഇതിൻ്റെ വിട്ട് കൂട്ടുകയാണ്. ഒരു 15 സെൻറ്റിമീറ്ററെങ്കിലും വിഡ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ ഫ്രെയിമിലും ആക്സിലും ഇടാൻ പറ്റുകയുണ്ടായിരുന്നു. ഡിസ്ക് ബ്രേക്കിൻ്റെ റോട്ടറിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. റോട്ടറിൻ്റെ എല്ലാ ബോൾട്ടും കൃത്യമായി ടൈറ്റായിരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം.
ഇനി ഹബിലെ ബോൾ ബെയറിങ്ങിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. വീണ്ടും ആവശ്യത്തിന് ഗ്രീസ് ഇട്ടതിന് ശേഷം ബോൾസ് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. 9 ബോൾസാണ് വേണ്ടത്. ഇത് 2 സൈഡിലും ചെയ്യണം. ഇതേ പ്രോസസ്സ് ഞാൻ പിറകിലത്തെ ടയറിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാലിപ്പർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊരു മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ്. നമ്മുടെ പഴയ റോഡിയയിലുണ്ടായിരുന്ന അതേ ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ടയർ ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രണ്ട് ടയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ പഴയ സൈക്കിളിൻ്റെ ക്വിക്ക് റിലീസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ആക്സിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്രണ്ട് വീൽ ഊരാനും ഇടാനും പറ്റും. ഇപ്പോൾ അത്യാവശ്യത്തിന് വിഡ്ത്ത് ഫ്രെയിമിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ വീൽ വെച്ച ആക്സിലും ടയറും നേരെ ഇടാൻ പറ്റും. നമ്മൾക്ക് പിറകിലെ ഡിറൈലർ ഇൻസ്റ്റാൾ ചെയ്യാം. ഡിറൈലർ ഹാങ്ങർ നമ്മൾ നേരത്തെ തന്നെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്രണ്ടിലെ ഡിറൈലർ ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രണ്ടിലെ ഡിറൈലർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റ്, അതായത് ചെയിൻ കടന്നു പോകുന്ന അപ്പുറത്തെ സൈഡിലുള്ള ആ ബ്രാക്കറ്റ് ചെയിൻ റിങ്ങും ആയിട്ട് പാരലായിട്ട് നിൽക്കണം. ഇത് ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ്ങിന് വേണ്ടി ഞാൻ വയർ കടത്തുകയാണ്. ഈ കയറ്റിയ വയറിൽ കൂടി ഔട്ടർ കേബിൾ ഞാൻ കയറ്റി വിട്ടാണ് കേബിളിംഗ് ചെയ്തത്. 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. അപ്പുറത്തിപ്പുറത്തും ഉണ്ടായിരുന്നു. ഫ്രണ്ട് ഡിറൈലറിനും പിന്നെ റിയർ ബ്രേക്കിനുമാണ് ഈ ടോപ്പ് ട്യൂബിൽ പോകുന്ന 2 കേബിളുകൾ. ഇനി നമുക്ക് ഈ ബാർ ഹാൻഡിൽ എടുത്ത് മാറ്റിയിട്ട്, ഫ്ലാറ്റ് ബാർ എടുത്ത് മാറ്റിയിട്ട് ഡ്രോപ്പ് ബാർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊരു ഹീറോ ഹോക്കിൻ്റെ ഹാൻഡിലാണ്. അതൊരു വിൻറ്റേജ് ടൈപ്പാണ്. പുതിയ ഹാൻഡിലുകളുടെ ഇൻസ്റ്റാളേഷനും ഷേപ്പും ഒന്നും ഇങ്ങനെയല്ല. കുറച്ചുകൂടിയൊക്കെ കംഫർട്ടബിളായിട്ടുള്ള ഹാൻഡിലാണ് പുതിയതിലുള്ളത്. മൗണ്ടിങ്ങും ഇങ്ങനെയല്ല. ത്രെഡ്ലെസ് സ്റ്റെമ്മിലാണ് മിക്കവാറും ഒക്കെ വരുന്നത്. നമ്മുടെ ഗിയർ ഷിഫ്റ്ററുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഈ ഗിയർ ഷിഫ്റ്ററുകളിൽ നിന്ന് ബ്രേക്ക് ലിവർ കട്ട് ചെയ്ത് മാറ്റിയതാണ്. കാര്യം ഇതിൽ വയ്ക്കാനുള്ള ഒരു ഷിഫ്റ്റർ എനിക്ക് വേറെ കിട്ടിയില്ല. ഹീറോ ഹോക്കിൻ്റെ തന്നെ ബ്രേക്ക് ലിവറാണിത്. ഇനി ഫ്രണ്ട് ബ്രേക്കിന് വേണ്ടിയിട്ടുള്ള കേബിൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇതൊരു മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ കേബിൾ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ആണെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക്കിനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടി വന്നേനെ. ഇതിനിടയിൽ ഞാൻ പിറകിലേക്കുള്ള കേബിളുകളൊക്കെ റൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്കിപ്പ് ചെയ്തതാണ്. ചെയിൻ ടൂൾ വെച്ച് ചെയിനും ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് പിറകിലെ ഡിറൈലറിനുള്ള കേബിളിംഗ് ചെയ്യാം. ആവശ്യത്തിന് കേബിൾ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റണം. ഇതിൻ്റെ ഹൈ ലിമിറ്ററും ലോ ലിമിറ്ററും അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് പെഡലുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. എഗെയിൻ ആവശ്യത്തിന് ഗ്രീസ് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഭാവിയിൽ അത് ഇളക്കുമ്പോൾ ഇത് കൊറോഷൻ വന്നിട്ട് ഈ മെറ്റലെല്ലാം കൂടി ജോയിൻ ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
always make sure you apply enough grease for all components. ഇനി പിറകിലെ വി ബ്രേക്കിൻ്റെ ഇൻസ്റ്റലേഷനാണ്. പിറകിലെ ഡിസ്ക് ബ്രേക്കിനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് വി ബ്രേക്ക് യൂസ് ചെയ്യുന്നു. വി ബ്രേക്കിനുള്ള മൗണ്ട് എങ്ങനെ ചെയ്തുവെന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണാം. അതുകൊണ്ട് പാർട്ട് 1 എല്ലാവരും മറക്കാതെ കാണുക. പാർട്ട് 1ലാണ് നമ്മളുടെ ഈ ഫ്രെയിം എങ്ങനെയൊക്കെ ചെയ്തെടുത്തു, എന്തൊക്കെ മോഡിഫിക്കേഷനൊക്കെ ചെയ്തു എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് പാർട്ട് 1ലാണ്. അതുകൊണ്ട് അതാരും മിസ്സാക്കരുത്. ഇനി സീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. സീറ്റിൻ്റെ ട്യൂബിലും അത്യാവശ്യത്തിന് ഗ്രീസ് ഞാൻ തേക്കുന്നുണ്ട്. പഴയ റോഡിയോയുടെ തന്നെ ക്വിക്ക് റിലീസാണ് ഞാൻ ഇതിനെയും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സീറ്റ് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. Seat angle is now being adjusted. Reach is also adjusted. ത്രെഡർ ഇൻസേർട്സ് ആണ് ഞാൻ ബോട്ടിൽ കേജിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ത്രെഡർ ഇൻസേർട്സ് ആ ഹോളിലേക്ക് ഇട്ടിട്ട് പിന്നെ ആ അലൻകി തന്നെ ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പോൾ ആ ലോക്ക് ഉള്ളിലേക്ക് അങ്ങ് വീഴും. അതിനുശേഷം നമുക്ക് ബോട്ടിൽ കേജ് സ്ക്രൂ ചെയ്ത് കയറ്റാൻ പറ്റും. ഡ്രോപ്പ് ബാറിൻ്റെ ടേപ്പിന് പകരം ഞാനിവിടെ സൈക്കിൾ ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റോഡ് ബൈക്കിൻ്റെ നാരോ ആയിട്ടുള്ള ടയറിനുള്ളിൽ വരുന്ന ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. 700cc. ഇപ്പം നമ്മളുടെ സൈക്കിളിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞു. ഈ ബ്രേക്ക് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഓർഡറിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഈ ബ്രേക്ക് കേബിൾ അഴിഞ്ഞു കിടക്കുന്നത്. സൈക്കിൾ ട്യൂബ് മൊത്തം ചുറ്റിയതിന് ശേഷം നമ്മൾക്ക് ഇലക്ട്രിക്കൽ ടേപ്പ് വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്ത് വയ്ക്കാം. നമ്മളുടെ അസംബ്ലിംഗ് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കാണാം. എല്ലാവർക്കും നമ്മളുടെ ബൈക്ക് ബിൽഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വണ്ടിയുടെ ടെസ്റ്റ് റൈഡും റിവ്യൂവും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
Thank you very much for watching Mandagini Diaries. It's Harish signing off. Goodbye.